ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ SIT കോടതിയിൽ തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളുകൾ കൈമാറുന്നതെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരകാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രിസ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നത് SIT പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. BP-യിൽ മാറ്റമുണ്ടായതിനാൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. തന്ത്രിക്ക് പിന്നാലെ ഇനി അന്വേഷണം നീളുന്നത് ആരിലേക്കെന്നും ആകാംക്ഷയുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും BJP-യും. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാമെന്ന് കരുതേണ്ടെന്നും സ്വർണം കടത്തിയത് മന്ത്രിയും തലപ്പത്തുള്ളവരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നും K മുരളീധരൻ. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ട് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ പ്രതികരണം. അതേസമയം അന്വേഷണം ശരിയായ നിലയിലാണ് എന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രിയെ ലക്ഷ്യമിടുകയാണ് കോൺഗ്രസ്. ജയിലിൽ കിടക്കുന്ന CPIM-ന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അയ്യപ്പന്റെ മുതൽ കെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. എന്നാൽ അന്വേഷണം ശരിയായ നിലയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. SITക്ക് മുന്നിൽ ഒരു സമ്മർദ്ദവും ഇല്ലെന്ന് കോടതി വ്യക്തമാക്കിയെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. തന്ത്രി തന്റെ നാട്ടുകാരനും വേണ്ടപ്പെട്ടയാളുമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. എന്റെ നാട്ടുകാരനാണെന്നുള്ള കാര്യം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ള കാര്യം വസ്തുതപരമായി ശരിയാണ്. തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ ചോദ്യം. കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നില് ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയുടെ പിന്നിൽ. അപ്പോൾ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. അറസ്റ്റിന് പിന്നാലെ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വസതിയിൽ BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാരഡി പാടിയതിന്റെ ആവേശം തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം കോൺഗ്രസിന് നഷ്ടപ്പെട്ടെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.